മുക്കം ഇരവഴിഞ്ഞിപ്പുഴയിൽ നീർനായ ആക്രമണം രൂക്ഷം. കഴിഞ്ഞ ദിവസം മുക്കം നഗരസഭയിലെ ഇരവഴിഞ്ഞിപ്പുഴയിലെ തുമ്പോണക്കടവിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്കാണ് നീർനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവർ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. മുക്കം നഗരസഭയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ തുമ്പോണക്കടവിൽ വെള്ളിയാഴ്ച കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള 3 പേർക്കാണ് നീർനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. മുക്കം പെരുമ്പടപ്പ് കരിമ്പ് ഉന്നതിയിൽ താമസിക്കുന്ന ഖദീജ, കാഞ്ഞിരമൊഴി മുളന്തോട്ടത്തിൽ അനീഷിൻ്റെ മകൻ 15 വയസ്സുകാരനായ ആദിദേവ്, കരിമ്പ് ഉന്നതിയിലെ ബന്ധുവീട്ടിലെത്തിയ കാരശ്ശേരി പഞ്ചായത്തിലെ എടലമ്പാട്ട് സ്വദേശി മോഹ്സിന അഹമ്മദ് കുട്ടി ദമ്പതികളുടെ മകനായ 9 വയസ്സുകാരൻ ഫിദൽ അഹമ്മദ് എന്നിവർക്കാണ് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കാലിന് ആഴത്തിൽ മുറിവേറ്റ 3 പേരും മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. ഞങ്ങൾ രാവിലെ കുട്ടികളൊക്കെ ആയിട്ട് പുഴയിൽ പോയതാണ് കുളിക്കാൻ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളൊന്നും വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അലക്കി ഇങ്ങോട്ട് കയറി പോരാനാണ് വിചാരിച്ചത്. അപ്പോൾ മോന് ചെറുതാ, അപ്പോൾ മോന് പാറിൻ്റെ മുകളിലിരുന്ന് കാല് താഴോട്ട് വെച്ചതാ. അപ്പോൾ എന്തോ അവനെ വലിച്ചെന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ കാലിന് കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ ഇറങ്ങി, എല്ലാ കുട്ടികളൊക്കെ അങ്ങോട്ട് വെള്ളത്തിൻ്റെ അടുത്താണ്, പക്ഷെ ഇറങ്ങിയിട്ടില്ല വെള്ളത്തിലേക്ക്. എല്ലാവരും അതിന് കണ്ട് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി ഓടിയപ്പോഴത്തേക്കും അതിങ്ങോട്ട് പാറിൻ്റെ മുകളിലേക്ക് കയറി വന്ന് ഞങ്ങളെല്ലാവരും സാധാരണ കണ്ടിരുന്നു. പിന്നെ കുട്ടീനെയും കൊണ്ട് ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോവുകയും പിന്നെ കോളേജിലേക്ക് പോകാൻ പറയുകയും ചെയ്തത്. പുഴയിൽ ഇറങ്ങാൻ പറ്റൂല, ഇറങ്ങണം എന്നില്ല, പക്ഷെ അത് കരയ്ക്ക് കയറുന്നുണ്ട്. ഇന്നലെ കരയ്ക്കെന്നാണ് ആ കുട്ടീനെ കടിച്ചത്. ഞാൻ ഇന്നലെ പോയി ബക്കറ്റിൽ വെള്ളം കോരി കരക്കിൽ വെച്ചിട്ടാണ് തുണി തിരുമ്പിയത്. ഒരു രസമില്ല. ഖദീജന്റെ കാല് കണ്ടില്ലേ, കടിച്ചു തുറന്നു 2 കാലും. കനത്ത വേനലായതിനാൽ കരിമ്പിൽ ഉന്നതിയിലുള്ളവർക്ക് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഏക ആശ്രയം ഈ പുഴയാണ്. എന്നാൽ നീർനായാക്രമണം രൂക്ഷമായതോടെ പുഴയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുഴേനെയാണ്, ഇരുവഞ്ഞിപ്പുഴയാണിത്, തുമ്പോണക്കടവ് പറഞ്ഞ കടവാണിത്. ഇവിടെയുള്ള അധിക ആളുകൾ ഇവിടെ ഒരു ലക്ഷം വീട് കോളനി ഉണ്ട്, കരിമ്പിൽ ലക്ഷം വീട് കോളനി. അവിടെയൊക്കെ വെള്ളത്തിന്റെ ബോർഡെല്ലാം കൊണ്ട് അവരൊക്കെ ഏത് കാലം, ഇത് വേനലും മഴക്കാലത്തൊക്കെ ഈ പുഴേനാണ് ആശ്രയിച്ചിട്ട് അവർ പുഴേനെ കുളിക്കാനും അലക്കാനും ഇതൊക്കെയാണ് വരുന്നത്. ഈ അടുത്ത കാലത്താണ് ഇവിടെ നീർനായയുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3 ആൾക്ക് കടിയേറ്റിട്ടുണ്ട്. തുമ്പോണക്കടവിൽ നേരത്തെ ഉണ്ടായിരുന്ന കുളിക്കടവ് തീരം കെട്ടി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പൊളിച്ചുപോയതോടെ കുളിക്കടവിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇവിടെ ഈ നീർനായയുടെ ശല്യം തന്നെ പഠിത്തമുണ്ടായതാണ്, ഇതുവരെ ഒന്നും ഉണ്ടാകാത്തൊരു ശല്യമാണ്. ഈ കണ്ടമാനം ആൾക്കാർ ദിവസവും ഈ പുഴയിൽ നിന്ന് കുളിക്കുന്ന, എല്ലാവരും അലക്കാനും വെള്ളത്തിന് ക്ഷാമം കൊണ്ട് അലക്കാനും എല്ലാം പുഴയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. വെള്ളത്തിൻ്റെ അത്രയും കൂടുതൽ ക്ഷാമമുണ്ട് ഇവിടെ. കൂടാതെ ഇവിടെ ഒരു ലക്ഷംപാട് കരിമ്പിൽ ലക്ഷംപാട് കോളനിയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ നിന്നാണ് അലക്കലും കുളിക്കലൊക്കെ നടത്തുന്നത്. അതിൽപ്പെട്ട 2-3 ആൾക്കാരെയാണ് നീർനായ കടിച്ചതെന്നാണ് പറയുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ വിവിധ കടവുകളിൽ നിരവധി തവണ നീർനായയുടെ ആക്രമണം ഉണ്ടായിട്ടും നഗരസഭാ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടെ ഫണ്ട് വെച്ചിരുന്നെങ്കിലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാബ് മുല്ലോളി പറഞ്ഞു. ഇത് നീർനായ ശല്യവുമായിട്ട് ഇന്നലെ കുളിക്കടവിലേക്ക് ഇറങ്ങിയ ആളുകളെയാണ് നല്ല രീതിയിൽ കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുനിസിപ്പാലിറ്റി അന്വേഷിച്ചപ്പോൾ മുനിസിപ്പാലിറ്റി നല്ലൊരു സംഖ്യ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വകയിരുത്തിയ സംഖ്യകളൊന്നും ഈ നീർനായ ശല്യത്തിന് വേണ്ടിയോ കടവുകളിലേക്കോ ഒന്നും ചിലവാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ശക്തമായി മുനിസിപ്പാലിറ്റി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം. പ്രത്യേകിച്ച് ചൂട് കാലങ്ങളാണ്, വീട്ടുകാർക്ക് പല ആളുകൾക്കും കുളിക്കടവിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം വരും. ഇതിന്റെ മുൻപും പല കടവുകളിലും ഇത്തരത്തിലുള്ള നീർനായ ശല്യം ഉണ്ടായത് വാർത്തയിൽ വന്നിട്ടുണ്ട്. അത് മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.